നമസ്കാരം. ഡൽഹിയിൽ CJP പ്രതിഷേധത്തിനിടെ നടന്ന പെല്ലറ്റ് ആക്രമണത്തിൽ പരുക്കേറ്റ വിദ്യാർത്ഥിയുമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത് നാടകീയമായ രംഗങ്ങൾക്ക് വഴി തുറന്നു. വിദ്യാർത്ഥികൾക്കു നേരെ പെല്ലറ്റ് ആക്രമണം നടത്തിയ പോലീസുകാരനെതിരെ പരാതി നൽകാനാണ് രാഹുൽ വിദ്യാർത്ഥിക്കൊപ്പം സ്റ്റേഷനിലെത്തിയത്. ജൂലൈ 20-ന് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തിലാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. പെല്ലറ്റ് തോക്കിന് ഇരയായവർക്ക് നീതി ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധം നടത്തുന്നത്. പരാതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതുവരെ താൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുമെന്നും നീതി തേടുന്നത് തുടരുമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനിടെ വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് ആക്രമണത്തിൽ പരുക്കേറ്റിരുന്നു. കേസെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ രാഹുലും വിദ്യാർത്ഥിയും ഉൾപ്പെടെയുള്ളവർ ധർണ നടത്തുന്നത്. ജൂലൈ 20-ന് നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ നടന്ന പ്രകടനത്തിനിടെ വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉൾപ്പെടെയുള്ള പോലീസ് നടപടികളും അമിത ഫലപ്രയോഗവും നടത്തിയതിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. ആദ്യം മന്ദിർമാർ പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുലും വിദ്യാർത്ഥിയും അവിടെ നിന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലും തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും എത്തി. കേസ് രജിസ്റ്റർ ചെയ്യുന്നതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ ഗാന്ധി മടങ്ങില്ലെന്നാണ് തീരുമാനം. പരുക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം അമ്മയും രാഹുലും ഉണ്ട്. ഈ മാസം 14-ന് സഹിൽ ലോജവ് അഭിഭാഷകർക്കൊപ്പം ഡൽഹി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തതിൻ്റെ രജിസ്റ്റർ നമ്പർ നൽകിയില്ല. 17-ന് ഇമെയിൽ വഴിയും ഫോൺ വഴിയും പരാതിപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡൽഹി പോലീസ് അധികൃതർ മറുപടി നൽകിയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വിദ്യാർത്ഥിക്കൊപ്പം ചെന്നത്. ജൂലൈ 25-ന് രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ നിശിതമായി വിമർശിച്ചിരുന്നു. ദേശീയ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉൾപ്പെടെയുള്ളവ അമിതമായ ഫലപ്രയോഗം നടത്തിയതിന് അദ്ദേഹം ഉത്തരവാദിയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. പ്രതിഷേധത്തിനിടെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ അമിത്ഷാ അനുമതി നൽകിയെന്നും രാഹുൽ ഒരു പത്രസമ്മേളനത്തിലും ആരോപിച്ചിരുന്നു. എന്തായാലും ഡൽഹിയിൽ നാടകീയമായ രംഗങ്ങളാണ് രാഹുലിന്റെ വരവോടെ സംഭവിച്ചത്. പ്രശ്നം പരിഹരിക്കാൻ ഡൽഹി പോലീസ് ശ്രമിക്കുന്നുണ്ട്.